ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയൽമിയുടെ ID എങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതിനകത്ത് ഈ സംഭവം കണ്ടോ, ഇതാണ് വെബ്സൈറ്റ് നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടത്, immigration.gov.nz. ഇത് അടിച്ചു കൊടുത്താൽ മതി, ഇതുപോലൊരു പേജ് അങ്ങ് വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ലോഗിൻ അടിക്കുക. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റാർട്ട് എഡിറ്റ് ഓർ ചെക്ക് ദ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ. അതായത് റിയൽമി ID ഷെയർ ചെയ്യുക എന്നുള്ളത് നമ്മളിപ്പോൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ഈ ഒരു സാധനം ചോദിക്കുന്നത്. ഓക്കെ, കാര്യം നമ്മളുടെ ID അവരുടെ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നമുക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ വിസ ആപ്ലിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പാരൻറ്റിങ് വിസ ശ്രീനഗർ. അപ്പോൾ വിസിറ്റർ വിസ എന്നുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, വിസിറ്റർ വിസ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വിസിറ്റർ വിസയുടെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നെ അടുത്തത് വിച്ച് വിസിറ്റർ വിസ ആർ യു അപ്ലൈങ് ഫോർ. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ജനറൽ വിസിറ്റർ വിസയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വേറെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ജനറൽ വിസിറ്റർ വിസയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനറൽ വിസിറ്റർ വിസ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ആർ യു അപ്ലൈങ് ആസ് പാർട്ട് ഓഫ് ദ ഗ്രൂപ്പ് ഓർ, അതായത് ഗ്രൂപ്പ് ഇതാണോ നമ്മൾ കൊടുക്കണേന്ന് നോക്കുന്നത്, അല്ല, നോ, യെസ്. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് വന്നത്, നമ്മുടെ റിയൽമിയുടെ ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് ലോഗിൻ്റെ അതിനകത്തേക്ക് കൊടുക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ പേജിലോട്ട് അങ്ങോട്ട് പോവുകയാണ്. ലോഡാവുന്നുണ്ട്, ഇതുണ്ടോ, റിയൽമിയുടെ ഇതിനകത്തേക്ക് വന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അക്കൗണ്ട് ഇല്ലാത്തവന് എന്ത് ചെയ്യണം, ഈ സാധനം ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉണ്ട്, അത് ഇവിടെ തൊട്ട് സൈഡിൽ തന്നെ കാണുന്നുണ്ടോ, അടുത്ത പേജാണ് ലോഗിൻ ചെയ്യണം. ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് ലോഗിൻ ചെയ്യുവാണ്. ഓക്കെ, വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷെയറിങ് ID എന്ന് പറയാണ്ട് ഇതിൻ്റെ സൈഡിൽ വ്യക്തമായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഷെയറിങ് ID എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ എഴുതുന്നുണ്ടോ. അപ്പോൾ നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് കാണിക്കുന്നില്ല, ഇതെന്താ കോപ്പി ചെയ്യാനായിട്ട് ക്ലിക്ക് ടു കോപ്പി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് അതിൻ്റെ ഷെയറിങ് ID. ഇങ്ങനെയാണ് വരുന്നത്, മൈ ഷെയറിങ് ID ഈസ് ഒരു CSC എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി ആൽഫബറ്റും ഡിജിറ്റൽ നമ്പറുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഇതിനകത്ത് പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ID കോപ്പി ആവും. അതെടുത്തിട്ട്